തങ്ങളുടെ ഭരണ കാലയളവിൽ ഓരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതാത് പഞ്ചായത്തുകളിൽ നടത്തി വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് എൻ്റെ പഞ്ചായത്ത്. നഗര സ്വഭാവമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി പ്രസിഡന്റ് രൂപലേഖയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീമതി രൂപ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായൊരു നഗര സ്വഭാവമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ആ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാമാണ് ആ ഒരു നഗര സ്വഭാവത്തെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്? നമസ്കാരം. ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു നഗര സ്വഭാവമുള്ള പഞ്ചായത്താണ്. പഞ്ചായത്തിൽ 17 വാർഡുകളാണുള്ളത്. ഈ 17 വാർഡുകളിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഗര സ്വഭാവം എന്ന് പറയുമ്പോൾ മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രയാസങ്ങൾ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ വലിയ രീതിയിലേക്ക് മാലിന്യ മുക്ത പ്രവർത്തനങ്ങൾക്ക് നന്നായി നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. പിന്നെ കുടിവെള്ളം എന്നുള്ള രീതിയിലേക്ക് നന്നായി കുടിവെള്ള സ്രോതസ്സുകൾ ജൽജീവൻ ഉൾപ്പെടെ തുടക്കത്തിലുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ കുടിവെള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ആരോഗ്യ രംഗത്തും കാർഷിക രംഗത്തും എല്ലാം തന്നെ നല്ല രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് ആളുകളുടെ ആരോഗ്യപരമായിട്ട് കളിക്കാനുള്ള സ്റ്റേഡിയം, അതുപോലെ തന്നെ ഇൻഡോർ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ബാലുശ്ശേരി നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ സമൂഹത്തിൽ ഉള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലേക്കുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഹരിത കേരള പുരസ്കാരത്തിന് കഴിഞ്ഞ ഭരണ കാലയളവിൽ അർഹമായ പഞ്ചായത്താണ് ബാലുശ്ശേരി പഞ്ചായത്ത്. വീണ്ടും ഒരു 2ാം വട്ടം ഭരണത്തിലും അതേ രീതിയിൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിലും ഹരിതകർമ്മ സേനയും അതുപോലെ തന്നെ ഹരിത കേരളം, മാലിന്യമുക്ത നവകേരളം പോലുള്ള പദ്ധതികളെല്ലാം തന്നെ കാര്യക്ഷമമായി ഇങ്ങനെ തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചത് എങ്ങനെയാണ്? നമ്മളെ ബാലുശ്ശേരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഹരിത കർമ്മസേനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പം വലിയ രീതിയിലേക്കുള്ള പ്രവർത്തനം നന്നായി എല്ലാ പഞ്ചായത്തുകളിലും നടത്തുകയാണ്. എന്നാൽ ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുമ്പ് തന്നെ ഹരിത കർമ്മസേനയായിട്ടില്ലെങ്കിലും ഒരു ടീം ആളുകളെ വെച്ചുകൊണ്ട് അവർക്ക് യൂണിഫോം ഒക്കെ നൽകി ടൗണുകളിൽ നിന്ന് വീടുകളിലേക്കുള്ളത് ഇപ്പൊ സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് വ്യാപിപ്പിച്ചിട്ടുള്ളത്. ബാലുശ്ശേരിയെ പോലെയുള്ള ഒരു വലിയ ടൗണുകളിൽ കൃത്യമായി അതിന്റെ വേസ്റ്റ് എടുക്കാനുള്ള ഒരു പ്രവർത്തനം ബാലുശ്ശേരി പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ഷ്രെഡിംഗ് യൂണിറ്റ്, പ്ലാസ്റ്റിക് വേർതിരിച്ചുകൊണ്ട് അതിൽ നല്ല പ്ലാസ്റ്റിക് പൊടിക്കുന്ന ഒരു യൂണിറ്റ് ബാലുശ്ശേരി, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിൽ ഏതോ 1-2 പഞ്ചായത്തുകളേ ഉള്ളൂ, അതിലുള്ള ഒരു പഞ്ചായത്താണ് ബാലുശ്ശേരി പഞ്ചായത്ത്. പ്ലാസ്റ്റിക് പൊടിച്ച് നമുക്കറിയാം നമ്മളുടെ റോഡിന്റെ ടാറിങ്ങില് ഇതിന്റെ പെല്ലറ്റുകൾ കൂട്ടണം എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ സമയത്ത് ബാലുശ്ശേരി പഞ്ചായത്ത് ഷ്രെഡിംഗ് യൂണിറ്റിലൂടെ പൊടിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ കൃത്യമായി മറ്റ് വിവിധ പഞ്ചായത്തുകളിൽ അത് ആ പെല്ലറ്റ് വാങ്ങിക്കൊണ്ടു പോകാനും അതേപോലെ തന്നെ അത് കൃത്യമായി ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനും മുൻപ് തന്നെ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത്, എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷം മുമ്പ് തന്നെ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് തുടക്കം ഇട്ടിട്ടുണ്ട്. 10 വർഷത്തോളമായി അതിന് തുടക്കം ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് നന്നായി, അതിന് സ്വന്തമായ ഒരു ട്രാക്ടറും അതിന് ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനെയും ഒക്കെ വെച്ചുകൊണ്ട് അന്നേ തുടങ്ങിയിട്ടുള്ളതാണ്. ഭരണസമിതിയും നാട്ടുകാരും ഒക്കെ തന്നെ നന്നായി ഇടപെട്ട് അത് ഉദ്യോഗസ്ഥരും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പിന്നീട് അതിന് തുടർന്നുള്ള പ്രവർത്തനം നടത്തി വാർഡ് തലത്തിൽ അത് വിപുലീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി. അതിനുശേഷം ഇപ്പൊ സർക്കാരിന്റെ ഹരിത കർമ്മസേന എന്നുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്തതിനു ശേഷം കൂടുതൽ ആളുകൾക്ക് ഓരോ വാർഡിലും 2 പേരെ വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളും നടത്താൻ സാധിച്ചു. ആ ഷ്രെഡിംഗ് യൂണിറ്റും MCF-ൽ പ്രവർത്തിക്കുന്ന ഷ്രെഡിംഗ് യൂണിറ്റും അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ ബാലുശ്ശേരി പഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളത് ആ ഒരു പുരസ്കാരം വാങ്ങാൻ കാരണമായിട്ടുണ്ട്. പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയും വിദ്യാഭ്യാസ മേഖല
മാലിന്യ നിർമ്മാർജ്ജനം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കടക്കുന്നതിന് മുൻപ് എടുത്തു ചോദിക്കേണ്ട ഒരു മേഖലയായി തോന്നിയതാണ് കായിക രംഗം. അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ ഇടപെടലുകൾ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കായിക രംഗത്ത് കൃത്യമായ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുട്ടികളിൽ ആ ഒരു ശീലം വളർത്തിയെടുക്കുന്നതിനുമായി സ്പോർട്സിന്റെ മേഖലയിൽ നിരവധിയായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് ബാലുശ്ശേരി പഞ്ചായത്ത്. അത്തരത്തിൽ ആ ഒരു കായിക വിദ്യാഭ്യാസവും കുട്ടികളിലടക്കം കായികക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഈ ഒരു കാലയളവിൽ നടത്തി വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? കായികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ഫണ്ടിൽ നിന്ന് മുൻ MLA പുരുഷൻ കടലുണ്ടി സർ ആയ സമയത്ത് ആണ് ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അതിന്റെയൊക്കെ മുമ്പ് തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് വലിയൊരു 2 ഹെക്ടറിനടുത്ത സ്ഥലത്ത് ഒരു സ്റ്റേഡിയം ബാലുശ്ശേരി പഞ്ചായത്തിൻ്റെത് സ്വന്തമായിട്ടുണ്ട്. ആ സ്ഥലത്ത് പിന്നീടാണ് ഇൻഡോറിന്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. അതിപ്പം പണി പൂർത്തിയാക്കാൻ കുറെ താമസം വന്നു. പക്ഷെ ഇപ്പോഴാണ് അത് പ്രവർത്തന പഥത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ആളുകൾ വന്ന് അവിടെ നിന്ന് പരിശീലനം നൽകാൻ, കളിക്കുന്നതിനേക്കാൾ അപ്പുറം, വലിയ കളി നടക്കുന്നതിനേക്കാളും അപ്പുറം പരിശീലനത്തിന് വേണ്ടി പലതരത്തിൽ സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ അങ്ങനെ പലതരത്തിൽ ആളുകൾ പഠിക്കാനും അങ്ങനെയുള്ള കളി ചെറിയ രീതിയിൽ നടത്താനും ബാഡ്മിന്റൺ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ വന്ന് പരിശീലനം നേടാനുള്ള വലിയൊരു കേന്ദ്രമായി ആ ഇൻഡോർ സ്റ്റേഡിയത്തെ മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ പിന്നെ കുട്ടികളെ അവർക്ക് ഉള്ള കളിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്തേക്ക് കടക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതും അടക്കമുള്ള ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ചും സാനിറ്ററി നാപ്കിനുകൾക്ക് പകരം മെൻസ്ട്രൽ കപ്പുകൾ കൊണ്ടുവരുന്ന ഒരു പഞ്ചായത്തിലാക്കി കൂടി ഈ ബാലുശ്ശേരി പഞ്ചായത്ത് ആ ഒരു നേട്ടത്തിലേക്ക് കൂടി അടുക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണവും അടിസ്ഥാന സൗകര്യ വികസനവും മേഖലയിൽ എന്തെല്ലാം ഇടപെടലുകൾ പഞ്ചായത്തിന് കാര്യക്ഷമമായി നടപ്പിലാക്കാനായിട്ടുണ്ട്? എത്ര ശതമാനം ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്? സ്ത്രീകൾ എന്നുള്ള രീതിയിൽ കുടുംബശ്രീ പ്രസ്ഥാനം വളരെ നല്ല രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. സംരംഭങ്ങൾ തുടക്കത്തിലൊക്കെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ കോടിക്കണക്കിന് രൂപ പിന്നോക്ക വികസന കോർപ്പറേഷനിലൂടെയും അതുപോലെ തന്നെ അത്തരത്തിലേക്ക് ബാങ്കുകളിലൂടെ ലിങ്കേജ് ആയിട്ടും ഒക്കെ തന്നെ വളരെ നല്ല രീതിയിലേക്ക് നടത്തിയെടുക്കാൻ ഉള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളിലും നന്നായി ഇടപെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിട്ടുള്ള ഷീ റൂം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങള് അവരുടെ പരിശീലനത്തിനും മറ്റു പ്രവർത്തനങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തൊഴിൽ മേളകൾ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അത്തരം പരിപാടികളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബാലുശ്ശേരി നടക്കുന്നത്. കാർഷിക മേഖലയിലേക്ക് വരികയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കൃഷി രീതികളും അതുപോലെ തന്നെ കൃഷി ഇനങ്ങളും പരീക്ഷ വിജയിച്ചിട്ടുള്ള ഒരു നാടാണ്. മഞ്ഞൾ കൃഷി പോലുള്ള മഞ്ഞൾ കൃഷി ഗ്രാമം ആ രീതിയിലേക്ക് തന്നെ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഫലപ്രദമായി ഈ മഞ്ഞൾ കൃഷിയും അതുപോലെ തന്നെ മറ്റ് കൃഷി ഇനങ്ങളും എങ്ങനെയാണ് കാർഷിക മേഖലയിൽ കൊണ്ടുപോകുന്നത്? ജലസേചനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഉറപ്പാക്കാൻ സാധിച്ചുകൊണ്ട് കാർഷിക മേഖലയെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് നയിക്കുന്നത്? കാർഷിക മേഖല നന്നായി ചെയ്യാൻ ബാലുശ്ശേരിക്ക് സാധിക്കുന്നുണ്ട്. കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഒരു കാർഷിക കർമ്മസേന ബാലുശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കാർഷിക കർമ്മസേനയാണ് തൈകളും ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത്. ആ തൈകളാണ് എല്ലാ തരത്തിലും കുറ്റിക്കുരുമുളകായാലും മറ്റ് പച്ചക്കറി ആയാലും ഒക്കെ തന്നെ കർമ്മസേന മുഖേനയാണ് നമ്മൾ അതില് അവരാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് വിവിധ വാർഡുകളിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കുറെ ആളുകൾക്ക് അതിലൂടെ തൊഴിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സച്ചിൻ ദേവിന്റെ നേതൃത്വത്തിൽ മഞ്ഞൾ ഗ്രാമം എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ടൗണുകളിൽ മഞ്ഞളല്ല മഞ്ഞപ്പൊടിയാണ് പലപ്പോഴും കിട്ടുന്നത്, അതുകൊണ്ട് മഞ്ഞൾ പൊടി തന്നെ കിട്ടണമെന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി ബാലുശ്ശേരി പഞ്ചായത്തിൽ മഞ്ഞൾ കൃഷി വ്യാപകമാക്കാനും എല്ലാ വാർഡുകളിലും നന്നായി മഞ്ഞൾ കൃഷി വ്യാപകമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് ഇപ്പൊ സാധിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിയുടെ തുടക്കത്തിൽ എല്ലാ കുടുംബങ്ങൾക്കും ഞങ്ങൾക്ക്
ഇടവിള കിറ്റുകൾ കൊടുത്തുകൊണ്ട് ഇടവിള കൃഷിയെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം മഞ്ഞളിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ ഫെസ്റ്റിവൽ ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് നന്നായി പൂക്കൃഷികൾ പഞ്ചായത്തിൽ നടത്തി വന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിലേക്ക് കാർഷിക മേഖലയിൽ നല്ലൊരു കാൽവെപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയെ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് കാർഷിക പ്രത്യേകം മേഖലയിൽ വലിയ രീതിയിലുള്ള നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും പുരോഗതിയിലേക്ക് ഒരു കാൽവെപ്പ് നടത്താനും ബാലുശ്ശേരി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വീണ്ടും ഒരു ഭരണ കാലയളവിലേക്കായി അല്ലെങ്കിൽ ഭാവി പദ്ധതികൾ എന്ന നിലയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം മേഖലകളിലാണ് കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടിവെള്ളം, ജപ്പാൻ കുടിവെള്ളം തുടങ്ങിയൊരു പഞ്ചായത്തായിരുന്നു ബാലുശ്ശേരി. ഇപ്പം ജൽജീവൻ പദ്ധതിയിലൂടെ 4317ഓളം കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കാനുണ്ടായിരുന്നു. ഇപ്പൊ അത് ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 2000-ലധികം ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ പണി ലാസ്റ്റിലേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ ബൂസ്റ്റർ സംവിധാനം വെച്ച് ഉയരങ്ങളിലുള്ള കുറെ പ്രദേശങ്ങളുണ്ട്. ബൂസ്റ്റർ സംവിധാനം വെച്ച് അത്തരം പ്രദേശങ്ങളിലേക്കും വെള്ളം കൊടുക്കുന്ന നടപടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ള രീതിയിലേക്ക് കുടിവെള്ള സ്രോതസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പിന്നെ BRC ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് ബാലുശ്ശേരി. അത് വളരെ വിപുലമാക്കി തന്നെ നടത്താൻ ഞങ്ങൾ ഫണ്ടുകൾ വെക്കുകയും അതിന്റെ പ്രവർത്തനം നന്നായി നടത്തുന്നുണ്ട്. 24ഓളം പഠിതാക്കൾ അവിടെ ഉണ്ട്. വളരെ പ്രയാസം അനുഭവിക്കുന്ന പഠിതാക്കളാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുള്ള ഒരു ഇടപെടലുകൾ നടത്തുന്നുണ്ട്. മേഖലയിൽ ഞങ്ങളുടെ ഹോമിയോ ആശുപത്രിക്ക് NABH എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞതാണ്. മറ്റ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. നല്ല രീതിയിലേക്ക് അതിന് മരുന്നുകളൊക്കെ തന്നെ വാങ്ങാനുള്ള ഫണ്ടുകൾ ഞങ്ങൾ വെക്കുന്നുണ്ട്. ആയുർവേദ ആശുപത്രി, കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള ഒരു ആയുർവേദ ആശുപത്രി തന്നെയാണ് ബാലുശ്ശേരി ഉള്ളത്. അവിടെ നന്നായി 10-15 ലക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ മരുന്ന് ഉള്ള ഫണ്ട് ഞങ്ങൾ അനുവദിക്കാറുണ്ട്. മാനസിക പദ്ധതികൾ പോലെ തന്നെ ഇനി വരും കാലത്തേക്കായി കരുതി വെച്ചിട്ടുള്ള പദ്ധതികളും സ്വപ്നങ്ങളും എല്ലാം തന്നെ ഉചിതമായി തന്നെ നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ രൂപ.